എന്തായാലും നേപ്പാളിൽ പ്രളയബാധിത മേഖലയിൽ അകപ്പെട്ട ഭൂരിഭാഗം മലയാളികളും സുരക്ഷിതരെന്ന് നോർക്ക റൂട്ട്സ് അറിയിക്കുന്നു. ആശയവിനിമയം നടത്താൻ കഴിയാതിരുന്ന 53 പേരിൽ 43 പേരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ ഉടൻ നാട്ടിലെത്തിക്കാൻ നീക്കം നടത്തും. ഇതര സംസ്ഥാനക്കാരായ 10 പേരുമായി ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വിശദാംശങ്ങളുമായി അനിരു അശോകനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. അനിരു, നമുക്ക് ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ മലയാളികളെ ഓർത്ത് വലിയ ആശങ്കയായിരുന്നു. അവിടെ താമസമുള്ളവരും അല്ലാത്തവരും അവിടെ സന്ദർശനത്തിനായി പോയവരും സഞ്ചാരികളായി പോയവരെയും ഒക്കെ സംബന്ധിച്ച് അതിൽ തന്നെ പലരെയും നേരിട്ട് ബന്ധപ്പെടാൻ ആയിട്ടില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ വരെ. പക്ഷെ അതിലെ പലരേക്കും ഇപ്പോൾ നോർക്കയുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കുറച്ചുപേരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങളൊക്കെ എന്താണ്? ഒപ്പം നോർക്ക ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ശ്യാമിലെ, നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ലോകമൊന്നാകെ നടുങ്ങുമ്പോൾ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഒരു ആശ്വാസകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത് നേപ്പാളിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് ബന്ധുക്കൾ നോർക്കയും സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ച ആ 53 പേരിൽ 43 പേരെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിച്ചിരിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം പേരും മലയാളികളാണ്. ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് നേപ്പാളിൽ ഒരു അപകട നിലയിൽ ഒരു മലയാളികളും ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇനി 53 പേരിൽ 10 പേര് മാത്രമാണ് നോർക്കയ്ക്ക് ബന്ധപ്പെടാനുള്ളത്. ഇവരെല്ലാം ഇതര സംസ്ഥാനക്കാരാണ്. ഇവരെ കാണാനില്ല അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആയി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പാണ് ബന്ധുക്കൾ നോർക്കയുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെടുന്നത്. ബന്ധുക്കളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. കാരണം എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും ഇവരെ ബന്ധപ്പെടാൻ സാധിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ആൾക്കാർ കേരളവുമായി ബന്ധപ്പെട്ടത്, നോർക്കയുമായി ബന്ധപ്പെട്ടത്. അങ്ങനെയാണ് 17 കോളുകളിൽ നിന്നായി 53 പേരുടെ വിവരങ്ങൾ നോർക്കയ്ക്ക് ലഭിക്കുന്നത്. ഇതിൽ പലരും മലയാളികളായിരുന്നു. ഇവരിലെല്ലാവരും മലയാളികളെല്ലാം തന്നെ സുരക്ഷിതരാണ്. അവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നോർക്ക വ്യക്തമാക്കുന്നത്. അതേസമയം 10 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 170 കിലോമീറ്ററോളമാണ് ഈ പ്രളയം ബാധിച്ചിട്ടുള്ളത്. പല റോഡുകളും തകർന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് സംവിധാനങ്ങളൊക്കെ ആകെ താറുമാറായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയത്തിനുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെ ആയിരിക്കാം. ഇവരൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലോ മറ്റ് ഭാഗങ്ങളിലോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ബന്ധപ്പെടാൻ സാധിക്കാത്തതെന്നുള്ള ഒരു ആത്മവിശ്വാസം നോർക്ക പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് വേണ്ടി ഇടയ്ക്കിടെ നോർക്ക ബന്ധപ്പെടുന്നുണ്ട്. ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിന് സാധ്യമാകുന്നു എന്നുള്ള തരത്തിൽ ബന്ധുക്കളുമായിട്ടും അവരെ ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള ആശ്വാസവാക്കുകളും കേരളം മറ്റ് ഇതര സംസ്ഥാനത്തെ ബന്ധുക്കൾക്കും നൽകുന്നുണ്ട്. കൂടാതെ ഇവർ പങ്കുവയ്ക്കുന്ന ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, എവിടെയാണ് ഇവരുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരുന്നത്, അങ്ങനെയുള്ള വിവരങ്ങളും നോർക്ക ശേഖരിക്കുന്നുണ്ട്. പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ഇവരിൽ നിന്നുള്ള വിവരങ്ങളും ബന്ധുക്കൾക്ക് കൈമാറാനാണ് നോർക്ക ശ്രമിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ NRI മന്ത്രാലയവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള ഒരു വിവരശേഖരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ടും ഒക്കെ വലിയൊരു ആശ്വാസമെന്ന് പറയുന്നത് വലിയ ഫോൺ കോളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കും നോർക്കയിലേക്കും വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഭൂരിഭാഗം പേരും അവരുടെ നേപ്പാളിലേക്ക് പോയവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ആശ്വാസകരമായ വാർത്ത. ഇനി ഉള്ള 10 പേർ അത് ഇതര സംസ്ഥാനക്കാരാണ്. അവരെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടുകണം എന്നുള്ളതാണ് ഇപ്പോൾ നോർക്കയുടെ ലക്ഷ്യം.